നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് പഠിക്കുന്നത് ഫിഗ്മയിലെ വേരിയബിൾസിൽ ബൂളിയൻ എങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ബൂളിയൻ എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം കമ്പോണൻസിലൊക്കെ നമ്മൾ ബൂളിയൻ ഉപയോഗിച്ചിട്ടുണ്ട്, ബൂളിയൻ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ബട്ടൺസിൻ്റെയൊക്കെ ഐക്കൺസ് ഓൺ ഓഫ് ചെയ്യാനായിട്ട്, ബട്ടൺസിൻ്റെ ടെക്സ്റ്റ് ഓൺ ഓഫ് ചെയ്യാനായിട്ട് ഇങ്ങനെയൊക്കെ നമ്മൾ ബൂളിയൻ പ്രോപ്പർട്ടീസ് കമ്പോണൻസിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ വേരിയബിൾസായിട്ട് ഈ ബൂളിയൻ വാല്യൂസൊക്കെ നമ്മൾ സേവ് ചെയ്ത് വെക്കുകയാണ്. ഒരു പ്രോട്ടോടൈപ്പ്, ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള ഒരു പ്രോട്ടോടൈപ്പ് ചെയ്യാനായിട്ട്, വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു റാപ്പിഡ് പ്രോട്ടോടൈപ്പ് ചെയ്യാനായിട്ട് ഇത്തരം ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഉപകരിക്കുന്നതാണ്. എങ്ങനെയാണ് വേരിയബിൾസിൽ ബൂളിയൻ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതുപോലെ വേരിയബിൾസിൽ ആദ്യം ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇവിടെ ഒരു കളക്ഷനും കൂടി ആഡ് ചെയ്യാം. ബൂളിയൻ എന്ന് നമുക്ക് ഇതിന് പേര് കൊടുക്കാം. ഇവിടെ നമുക്ക് ക്രിയേറ്റ് വേരിയബിൾ ബൂളിയൻ എന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളതാണ് ടൈപ്പ് ചെയ്യേണ്ടത്. നെയിം, നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഇവിടെ അതിൻ്റെ വാല്യൂ എന്താണെന്നുള്ളതാണ്. ഇവിടെ നമുക്ക് നമ്മളുടെ ഈ ഒരു ഡിസൈൻ എലമെൻറ്റിൽ ഈ ഒരു ക്ലോസ് ബട്ടൺ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ക്ലോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു വിൻഡോ ഡിസപ്പിയർ ആയിട്ട് പോകണം. അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് ചെയ്യാൻ കഴിയുക? ഇത് ബൂളിയൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്യാനായിട്ട് കഴിയും. എങ്ങനെയാണ് ഇത് നമുക്ക് ചെയ്യാനായിട്ട് കഴിയുക? ഞാനിവിടെ ഈ ഒരു പ്രൊഫൈൽ വിൻഡോയുടെ നെയിം, ഇതൊരു നെയിമും അതുപോലെ ജോബ് പൊസിഷനും ഒക്കെ കാണിച്ചിരിക്കുന്ന ഒരു ടൈലാണ്. ഈ ടൈലിൻ്റെ നെയിം ഞാനിവിടെ ബൂളിയൻ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ കൊടുക്കുകയാണ്. പ്രൊഫൈൽ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. പ്രൊഫൈൽ ടൈല് എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി നമുക്ക് ഇത് ക്ലോസ് ചെയ്യാം. ഇവിടെ ഈ ഒരു വിൻഡോയിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ലെയർ എന്ന് പറഞ്ഞൊരു സെക്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ലെയറിൽ ഇവിടെ ഒരു ഐ ബട്ടൺ കാണാനായിട്ട് സാധിക്കും. ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ പ്രൊഫൈൽ ടൈൽ എന്ന് പറയുന്ന നമ്മൾ ക്രിയേറ്റ് ചെയ്ത വേരിയബിൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഈ വേരിയബിളും നമ്മുടെ ഡിസൈൻ എലമെൻറ്റുമായിട്ട് ഒന്ന് ലിങ്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ അത് ലിങ്ക് ആയിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ നമ്മളുടെ ഡിസൈൻ എലമെൻറ്റ് ഡിസപ്പിയർ ആയിട്ട് പോയി. എന്തുകൊണ്ടായിരിക്കാം? നമ്മളുടെ വേരിയബിളിൽ അത് ഫാൾസ് ആയിട്ടാണ് കിടക്കുന്നത്, അതുകൊണ്ടാണ്. ഞാൻ വീണ്ടും നമ്മളുടെ വേരിയബിളിലേക്ക് വന്നു. പ്രൊഫൈൽ ടൈൽ എന്ന് പറയുന്നത് ട്രൂ ആക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ ഡിസൈൻ വീണ്ടും വിസിബിൾ ആയിരിക്കുകയാണ്. ഈ ഒരു ക്ലോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു വിൻഡോ ഡിസപ്പിയർ ആവണം. ഇവിടെ ഈ ക്ലോസ് ബട്ടൺ സെലക്ട് ചെയ്യുക. പ്രോട്ടോടൈപ്പിലേക്ക് വരിക. ഇവിടെ നമുക്ക് ഒരു ഇൻട്രാക്ഷൻ ആഡ് ചെയ്യണം. ഈ ഒരു ക്ലോസ് ബട്ടണ് നമുക്കൊരു ഇൻട്രാക്ഷൻ ആഡ് ചെയ്യണം. ഇവിടെ ഒരു പ്ലസ് ബട്ടൺ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഓൺ ടാപ്പ് അല്ലെങ്കിൽ ഓൺ ക്ലിക്ക് സെറ്റ് വേരിയബിൾ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. സെറ്റ് വേരിയബിളിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളുടെ വേരിയബിൾ എന്താണെന്നുള്ളത് ഇവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ബൂളിയൻ വേരിയബിൾ ഇവിടെ ഉണ്ട്. പ്രൊഫൈൽ ടൈൽ എന്ന് പറയുന്നതാണ് നമ്മളുടെ വേരിയബിൾ. ആ വേരിയബിൾ എന്താണ്? ആ വേരിയബിൾ എന്ന് പറയുന്നത് ഓൺ അല്ലെങ്കിൽ ഓഫ് എന്ന് പറയുന്ന ഒരു ബൂളിയൻ എഫക്റ്റ് ഉള്ളതാണ്. ഇതിൽ നമ്മൾ വേരിയബിൾ സെലക്ട് ചെയ്തു. ഈ വേരിയബിളിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം, ഇവിടെ നമുക്ക് എന്ത് വാല്യൂ കൊടുക്കണം എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് ഫാൾസ് കൊടുക്കാം, അല്ലെങ്കിൽ മറ്റ് നോട്ട് അല്ലെങ്കിൽ ട്രൂ എന്നൊക്കെ പറയുന്ന വാല്യൂസൊക്കെ കൊടുക്കാം. ഇവിടെ ഫാൾസ് കൊടുക്കുകയാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു വാല്യൂ ഫാൾസ് ആയിട്ട് മാറണം എന്ന് പറഞ്ഞു. നമ്മളത് കൊടുത്തു. ഇനി ഇതിനെ ക്ലോസ് ചെയ്യുക. നമുക്ക് ഈ ഒരു വിൻഡോ ഒന്ന് റൺ ചെയ്ത് നോക്കാം. നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വിൻഡോ ക്ലോസ് ആയി പോകണം. അങ്ങനെയാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞാനിവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. ഇത് ക്ലോസ് ആയിപ്പോയി. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതുപോലുള്ള ലോജിക്കുകൾ ബൂളിയൻ ഉപയോഗിച്ചുകൊണ്ട് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊന്ന് വർക്ക് ചെയ്ത് നോക്കുക. താങ്ക് യു.